ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കലൂർ ആലയങ്ങാട് ബത്ലഹേം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഏരിയ കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MP റാഫി അധ്യക്ഷത വഹിച്ചു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിവിധ ആവശ്യങ്ങളാണ് യോഗം മുന്നോട്ട് വച്ചത്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ സർവീസ് പെൻഷനായി ഉയർത്തണമെന്നും ഒറ്റത്തവണ സഹായമായി 15,000 രൂപ അനുവദിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൂടാതെ ESI ആനുകൂല്യം തൊഴിലാളികൾക്ക് ലഭ്യമാക്കണമെന്നും പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിൽ ഇതിന് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി ലിമി സന്തോഷ്, PU സുജാത, റീന ബാബു, VK ദേവി, ബിൻസി ലിജോ, നിമിത മഹേഷ്, ദിവ്യ സുഭാഷ്, സിമി കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായും സർക്കാർ തരാം എന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് ലഭ്യമല്ലാത്ത രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്നതിന് ഒരുപറ്റം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അതിന്റെ പിന്നില്. കാരണം ബോർഡ് ചേർന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ്. ക്ഷേമനിധി ബോർഡുകളിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മറ്റ് ഗവൺമെന്റ് വകുപ്പുകളിൽ നിന്ന് ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷനിൽ വന്ന് ഇവിടെ ഇരുന്ന് ഭരിച്ച് സുഖിച്ച് ജീവിക്കാമെന്ന് വെച്ചവന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിലാളികളുടെ എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ളതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ആമ്പല്ലൂർ ഏരിയയുടെ കൺവെൻഷനാണ് ഇന്നിവിടെ നടത്തുന്നത്. ആമ്പല്ലൂർ ഏരിയയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റികളില് വളരെ കാര്യക്ഷമതയോടുകൂടി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഏരിയയാണെന്നാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2400 അംഗങ്ങളുള്ള നമ്മുടെ ഈ ഏരിയയില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ SHG കൺവീനർമാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നമ്മുടെ ഈ സംഘടന ഇത്രത്തോളം കെട്ടി വരുവാനുണ്ടായ കാരണം. ആഴ്ചയിൽ 6 ദിവസം ജില്ലയിലെ എല്ലാ കാര്യങ്ങളും കണക്കുകളും വളരെ സൂക്ഷ്മമായി നിർവഹിച്ച് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുന്ന നമുക്ക് ഏറെ പ്രിയങ്കരിയായി നമ്മുടെ ഏതാവശ്യങ്ങൾക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഇന്നത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന ഈ വിലയേറിയ സമയം മാറ്റിവെച്ച്